ഗുഡ് ഈവനിങ്. നിയമവാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ നിയമനിർമ്മാണ ചരിത്രത്തിലും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലും ജൂലൈ 1 ഒരു നിർണായകമായ ദിവസമാണ്. വളരെയേറെ പ്രാധാന്യമുള്ള നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ ഒന്നോടെ മാറ്റി പുതിയ നിയമസംഹിത നിലവിൽ വരികയാണ്. ഈ നിലവിൽ വരുന്ന നിയമസംഹിത ഇനി നാം അറിയപ്പെടുന്നത് അവയുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ്, എവിഡൻസ് ആക്ട് എന്നീ 3 ക്രിമിനൽ നിയമങ്ങളും അപ്പാടെ മാറ്റി എഴുതുന്നു എന്ന ഒരു ധാരണ സാധാരണ ജനങ്ങളിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ പഴയ നിയമങ്ങളുടെ എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആധുനിക കാലത്തിന് അനുയോജ്യമായി നിയമനിർമ്മാണം നടന്നിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓരോ നിയമവും പ്രാബല്യത്തിൽ വരുന്നത് അതിനൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇന്ന തീയതി മുതൽ ആ നിയമം പ്രാബല്യത്തിൽ വരും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ 3 നിയമങ്ങളും പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ 1, 2024 ജൂലൈ 1 മുതലാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന നാം ഇന്ന് പ്രതിപാദിക്കുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ കുറിച്ച് മാത്രമാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നറിയപ്പെട്ടിരുന്ന നിയമം ഭാരതീയ നാഗരിക സുരക്ഷാ സംവിധാൻ എന്നായിരിക്കും ഇനി മേലിൽ അറിയപ്പെടുക. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. ഈ നിയമം ജൂലൈ 1 മുതൽ നിലവിൽ വരുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന പ്രിഡിസസർ, മുൻഗാമി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1974 ഏപ്രിൽ 1 മുതലാണ് നിലവിൽ വന്നത്. ഏപ്രിൽ 1. 1974 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന ആ നിയമത്തെ നമ്മൾ 73 കോഡ് 73 ഉണ്ടായ നിയമസംഹിത എന്ന് പറയും. കാരണം അത് ആക്ട് 2/1973 ആയിട്ടാണ് പാർലമെന്റ് പാസാക്കി നമ്പരിട്ടിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്ന നിയമത്തിന് ഒരു ആക്ടിനൊരു പ്രത്യേക നമ്പരുണ്ടാവും. ആ പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്, ഇനിയും പഴയത് നാളെ മുതൽ നമുക്ക് പറയാൻ കഴിയുമല്ലോ, പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് ഇങ്ങനെ ആക്ട് 2/1973 അത് പ്രാബല്യത്തിൽ വരുന്ന ദിവസമാണ് ഏപ്രിൽ 1, 1974 എന്ന് ഞാൻ പറഞ്ഞത്. ആ നിയമം പിന്നീട് മാറി ഇപ്പോൾ 2024 പുതിയ നിയമം വരുമ്പോൾ എന്താണ് ഈ സാമൂഹ്യ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യങ്ങൾ, എന്തായിരുന്നു ഈ നിയമസംഹിതകൾ തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയായിരിക്കും അവയുടെ മുന്നോട്ടുള്ള പ്രവർത്തന രീതി, കോടതികൾ എങ്ങനെയാണ് അവയെ സ്വീകരിക്കേണ്ടത്, അഭിഭാഷക സമൂഹം, കോടതികൾ, കക്ഷികൾ, അത് വ്യവഹാരത്തിൽ ഏർപ്പെടുന്ന കക്ഷികൾ, അവരെല്ലാവരും എപ്രകാരമാണ് ഈ പുതിയ നിയമവുമായി പരിചയപ്പെടുന്നതിന് കുറേ നാളുകൾ ആവശ്യമാണ്. സാധാരണഗതിയിൽ ധാരാളം ആശയവിനിമയങ്ങൾ, അനുകൂലവും പ്രതികൂലവുമായ ആശയവിനിമയങ്ങൾ, കമ്പാരിസൺ, താരതമ്യ പഠനവും ഒക്കെ ആവശ്യമാണ്. 1973 ഉണ്ടായ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ പ്രത്യേകത, അന്നുവരെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കൃത്യമായി വേർതിരിക്കപ്പെട്ടിരുന്നില്ല. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കൃത്യമായി വേർതിരിക്കുന്നതിന് അതിർവരമ്പുകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഈ പ്രധാനമായും 73 CRPC കൊണ്ട് ഉദ്ദേശിച്ചത്. അന്ന് പണ്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് എല്ലാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരെയാണ്
ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജില്ലാ കളക്ടറെയാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടറെയാണ്. അതുപോലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് RDO ആണ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെ സബ് ഡിവിഷണൽ ഓഫീസറെയാണ്. ഈ കണക്കിന് അധികാരം നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അധികാരവും ജുഡീഷ്യൽ അധികാരവും ഒരാളിൽ കേന്ദ്രീകരിക്കുന്നത് മാറി അധികാര വികേന്ദ്രീകരണത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വന്ന ഒരു നിയമമാണ് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമുക്ക് കിട്ടിയത്. ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ആദ്യത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ആകെ 484 484 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. 484 വകുപ്പുകളെ കൂടാതെ തന്നെ 2 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു. ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ, ഏതെല്ലാം കോടതികൾക്ക് വിചാരണ ചെയ്യാം, അതിലെ കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ, ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ഈ രീതി അതിൽ കൊടുക്കാവുന്ന പിഴ അല്ലെ ഫൈൻ, ഇങ്ങനെ അത് വിചാരണ ചെയ്യാൻ കഴിയുന്ന കോടതി ഈ രീതിയിൽ പറയുന്ന ഒരു വലിയ ഷെഡ്യൂളുണ്ട്. അതാണ് ഷെഡ്യൂൾ നമ്പർ 1. അതിൽ ഈ 484 വകുപ്പുകളും അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് മർഡർ, കൊലപാതകം എന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ അത് 302. ആ വകുപ്പ് 302 മർഡർ കേസ് ആരാണ് അത് കൊഗ്നൈസബിൾ ആണ്. പോലീസിന് നേരിട്ട് ആ കേസ് സ്വീകരിക്കാം, അന്വേഷണം ഏറ്റെടുക്കാവുന്നതാണ്. അതിൻ്റെ വിചാരണ നടക്കുന്നത് ഏത് കോടതിയിലായിരിക്കണം? സെഷൻസ് കോടതിയിലായിരിക്കണം. അതിന് ശിക്ഷ എന്തായിരിക്കണം? ഡെത്താവാം, ലൈഫാവാം. അങ്ങനെ ഓരോ കോടതികളെക്കുറിച്ചും ഓരോ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവയുടെ വിചാരണ കോടതികളെക്കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുന്ന ഷെഡ്യൂളിനെയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്നാൽ ധാരാളം മറ്റ് നിയമങ്ങളുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിൽ പറയാത്ത നിയമങ്ങൾ ഏത് രീതിയിലായിരിക്കും അവരുടെ ശിക്ഷാവിധികളെന്ന് പ്രതിപാദിക്കുന്നതാണ് ഷെഡ്യൂൾ 2. ഉദാഹരണത്തിന് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, SC/ST അട്രോസിറ്റീസ് ആക്ട്, അങ്ങനെ മറ്റ് ശിക്ഷാവിധികൾ പറയുന്ന നിർണയിക്കേണ്ട സാഹചര്യങ്ങളിൽ ഇതര നിയമത്തിൽ, ഇന്ത്യൻ പീനൽ കോഡിലല്ലാതെ ഉള്ള മറ്റ് നിയമങ്ങൾ സംഹിതകളിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൊടുക്കേണ്ട ശിക്ഷകൾ അവ വാറന്റ് ട്രയൽ അനുസരിച്ചിട്ടാണോ, സമൺസ് ട്രയൽ രീതിയിലാണോ, അതോ പെറ്റി കേസായിട്ട് സമ്മറി ട്രയൽ ആയിട്ട് വേണോ എന്നൊക്കെ നിശ്ചയിക്കുന്നതിനുള്ള ജനറൽ മാനദണ്ഡം, പൊതുവെയുള്ള മാനദണ്ഡമാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. ഇനി പ്രധാനമായും 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് FIR, അതാണ് നാം ആദ്യമേ കേൾക്കുന്നത്. ഒരു കേസിന്റെ വിചാരണ ആരംഭിക്കുമ്പോൾ, അന്വേഷണം ആരംഭിക്കുമ്പോൾ തുടങ്ങുന്നത് അവിടെയാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് FIR. അത് ഒരു നമ്പരോടുകൂടി ഒരു പ്രത്യേക ഫോർമാറ്റിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും. രജിസ്റ്റർ ചെയ്യുന്നത് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ നമ്മൾ തൽക്കാലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് വിളിക്കാം. സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. ആരായിരിക്കണം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് കാലാകാലങ്ങളിൽ ഇറങ്ങുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാലിക്കേണ്ടതാണ്. ആദ്യമായി നമ്മൾ കേട്ടിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇപ്പോഴത് മാറി. ഇപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്, തൊട്ടു മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അദ്ദേഹത്തിന് നേരിട്ട് എടുക്കാവുന്ന കേസുകളെയാണ് നമ്മൾ കോഗ്നൈസബിൾ കേസുകൾ എന്ന് പറയുന്നത്. അത് വാറന്റ് ട്രയലാണോ, സമ്മറി ട്രയലാണോ, അല്ലെങ്കിൽ
നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഴയ CRPC-യിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ വരുന്നത് 154 154 ഈ വകുപ്പിലാണ് പെടുന്നത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 154. ഇപ്പോൾ വരുന്ന പുതിയ നിയമത്തിൽ അത് 173 ആണ്, 173. ആദ്യത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അധ്യായം ചാപ്റ്റർ 12 അത് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വരുന്ന നിയമത്തിൽ ചാപ്റ്റർ 13 ഈ 173 ഉദ്ദേശിക്കുന്നത്, അല്ലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ FIR ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത്, എങ്ങനെ എന്നൊക്കെ കൂടുതലായി വിവരിക്കുന്നില്ലെങ്കിലും അത് സംബന്ധിച്ച് ധാരാളം വിധിന്യായങ്ങൾ സുപ്രീം കോടതി, ഹൈക്കോടതി, വിവിധ ഹൈക്കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായങ്ങൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ചെറിയ ഉദാഹരണം, ഫസ്റ്റ് ഇൻ ടൈം, എങ്ങനെ എപ്പോൾ ആദ്യമായി കിട്ടുന്ന വിവരം, അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. അത് സാധാരണഗതിയിൽ കിട്ടുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് റെഡ്യൂസ് ചെയ്യണം, അത് എഴുതിയെടുക്കണം. അത് റെഡ്യൂസ് ടു റൈറ്റിംഗ്, അത് എഴുതിയെടുക്കും. അങ്ങനെ വരുന്നത് എഴുതി കഴിഞ്ഞാൽ അതിലൊരു ഇൻഫർമൻ്റ് ഉണ്ടാവും. ആ വിവരം കൊടുക്കുന്ന ആൾ അതാരായിരിക്കാം? അറിയപ്പെടുന്ന ആളാവാം, അറിയാത്ത ആളാവാം, നോൺ ഓർ അൺനോൺ പേഴ്സൺ. അതാണ് പണ്ടത്തെ CRPC-യിൽ ഉള്ള പ്രൊസീജിയർ. 154 അനുസരിച്ച് 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻഫർമേഷൻ കിട്ടിയാൽ അത് എഴുതിയെടുക്കുക. 2, ആ എഴുതിയെടുക്കുന്ന ഇൻഫർമേഷൻ്റെ ഒരു കോപ്പി ഇൻഫർമൻറ്റിനെ കൊണ്ട് ഒപ്പിടിക്കുന്ന ഒരു കോപ്പി, ഒപ്പിട്ട ഒരു കോപ്പി ഉടൻ തന്നെ ആ വിവരം നൽകുന്ന ആളിന് സമർപ്പിക്കുക. 3, ആ വിവരം അത് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇങ്ങനെ 154 അനുസരിച്ചിട്ടുള്ള FIR-ന് കോടതി പരാമർശങ്ങൾ കൊണ്ട് പലതരം വ്യാഖ്യാനങ്ങളുണ്ടായി. ഒരു FIR എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും അതിൽ ഉൾക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ദി ഹോൾ ഇൻഫർമേഷൻ. FIR ഈസ് നോട്ട് ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ഓഫ് ദി കേസ്. കേസിന്റെ തുടക്കവും അവസാനവും പൂർണ്ണമായിരിക്കണമെന്നില്ല. വിവരങ്ങൾ ഏതാണ്ട് FIR-ന്റെ ലക്ഷ്യം ടു സെറ്റ് ദ ക്രിമിനൽ ലോ ഓൺ മോഷൻ. ക്രിമിനൽ നിയമ സംഹിതകളിലെ നടപടിക്രമം ആരംഭിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി FIR കൊടുക്കുന്ന സാക്ഷിയെ അത് ദൃക്സാക്ഷിയാവാം, കേട്ടുകേഴ്വിയുള്ള ആളാകാം, അങ്ങനെ ആ രീതിയിൽ ആയിരുന്നു പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഉണ്ടായിരുന്നു. അത് മാറി പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 173 നാളെ മുതൽ FIR ആയി മാറുകയാണ്. ഇനി ഒരു കാര്യം, ഈ 2 നിയമങ്ങൾ സംഹിതയിലും പുതിയതിലും പഴയതിലും എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് നിർവചിച്ചിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ഇൻഫർമേഷനെ കുറിച്ച് ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലായാലും ശരി, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലായാലും ശരി, എവിഡൻസ് ആക്ടിലായാലും ശരി, ഇൻഫർമേഷൻ എന്തായിരിക്കും എന്ന നിർവചനം തേടി നമ്മൾ മറ്റ് നിയമങ്ങളെ ആശ്രയിക്കേണ്ടി വരും. 1973-ലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പല പ്രാവശ്യവും അമെൻമെന്റ് ചെയ്തിട്ടുള്ളതാണ്. 9 തവണ 484 നിയമങ്ങൾ ഉൾപ്പെടുന്ന ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 മുതൽ 2024 ജൂലൈ 1 വരെ ഉള്ള കാലഘട്ടത്തിൽ 9 പ്രാവശ്യമാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. അത് കാലാനുസൃതമായി പല ഘട്ടങ്ങളിലും അതിന് മാറ്റങ്ങൾ വരുത്തി പാർലമെന്റ് അമെൻമെന്റ് ആക്ടുകൾ കൊണ്ടുവന്ന് 9 തവണയായി അതിനെ മാറ്റുകയും ധാരാളം 12ഓളം പുതിയ നിയമങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു നിയമവും
ശാശ്വതം എന്ന് പറയാനാവില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് എല്ലാ നിയമവും. നമ്മുടെ സമൂഹത്തിൽ വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വരുന്ന സാമൂഹ്യ പരിഷ്കരണങ്ങളിൽ വരുന്ന ഭരണപരമായ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളിൽ വരുന്ന അതിൻ്റെ നടപടിക്രമങ്ങളിൽ വരുന്ന മാറ്റങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്ന വിധം എപ്പോഴും നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വലിയ നിയമപണ്ഡിതന്മാരൊക്കെ അതിന് വിമർശിച്ചിരിക്കുന്നത് നിയമം ജീവനുള്ള ഒരു വസ്തുവാണ്, ജീവിക്കുന്നതാണ്. ഇറ്റ് ഈസ് ലൈവ്. അത് ജീവിക്കുന്നു. എങ്ങനെ? കാലഘട്ടങ്ങളിലൂടെ, മാറ്റങ്ങളിലൂടെ, സാമൂഹ്യ പരിണാമങ്ങളിലൂടെ, പരിവർത്തനങ്ങളിലൂടെ ജീവിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്ന് മുതൽ നാളെ വെളുക്കുമ്പോൾ മുതൽ പഴയ CRPC മറക്കുകയും പുതിയ ഭാരതീയ നാഗരിക നിയമസംഹിതയിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുക. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നീതിന്യായ നിർവഹണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മറ്റൊരു അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. മക്കാളയുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പലവിധമായി പല ആവർത്തനങ്ങളായി മാറ്റി അതിനെ 1973 സമഗ്രമായ ഒരു നിയമമായി മാറി. സിവിലും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പൂർണ്ണമായും വേർതിരിക്കപ്പെട്ട് ഇപ്പോൾ ജുഡീഷ്യറിയിൽ ഏറ്റവും സമഗ്രമായ ഒരു നിയമം വന്നുകൊണ്ടിരിക്കുകയാണ് 531 വകുപ്പുകളിലൂടെ. നിങ്ങൾക്ക് നമസ്കാരം. ആ നിയമത്തിലെ FIR കുറിച്ചാണ് ഇനിയും പ്രതിപാദിക്കുന്നത്.